നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ഇന്ത്യക്കെതിരെ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുന്ന ചൈനയ്ക്ക് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ചൈനയ്ക്കെതിരെ അമേരിക്കയുടെ സർജിക്കൽ സ്ട്രൈക്ക്. അരുണാചലിൽ അവകാശവാദം ഉന്നയിക്കരുത് എന്നും അത് ഇന്ത്യയുടെ മാത്രം ഭൂമിയാണെന്നും അറത്തുമുറിച്ചു പറഞ്ഞിരിക്കുന്നു അമേരിക്ക. ചൈനയോട് അരുണാചൽ അവകാശവാദം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട യു എസ് ഗവൺമെൻറ് അരുണാചൽ പ്രദേശിനെ ഇന്ത്യൻ ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കുകയും യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ ഏതെങ്കിലും കയ്യേറ്റം അല്ലെങ്കിൽ കടന്നുകയറ്റം ശക്തമായി എതിർക്കുകയും ചെയ്യുന്നു. ഇത് ചൈനയ്ക്കുള്ള തിരിച്ചടിയാണ്. നിലവിലുള്ള നിയന്ത്രണ രേഖ മറികടന്നുള്ള അവകാശവാദങ്ങൾ കയ്യേറ്റത്തിന് തുല്യമാണ്, US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബുധനാഴ്ച വ്യക്തമാക്കി. ചൈനീസ് സൈന്യം അരുണാചൽ പ്രദേശിനെ ചൈനയുടെ പ്രദേശത്തിൻ്റെ അന്തർലീനമായ ഭാഗം എന്ന് വിളിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്. അരുണാചൽ പ്രദേശിനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യൻ പ്രദേശമായി അംഗീകരിക്കുന്നു. യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് കുറുകെയുള്ള നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ കയ്യേറ്റങ്ങൾ പാടില്ല എന്ന് അമേരിക്ക ചൈനയ്ക്ക് താക്കീത് നൽകി. അവകാശവാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏകപക്ഷീയമായ ശ്രമങ്ങളെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു. അതിൽ പറയുന്നുണ്ട്, ആഗോളതലത്തിൽ ഇന്ത്യക്ക് കിട്ടിയ വലിയ അംഗീകാരവും ചൈനയ്ക്ക് ഏറ്റ തലയ്ക്കടിയുമാണ് അമേരിക്കൻ സർക്കാരിൻ്റെ ഔദ്യോഗിക നയപ്രഖ്യാപനം. അമേരിക്ക ഔദ്യോഗികമായി അരുണാചൽ പ്രദേശ് വിവാദത്തിൽ നയം വ്യക്തമാക്കിയത് ഇനി ഈ ലോകമുള്ളിടത്തോളം കാലം അടിവരയിട്ട രേഖയും പ്രഖ്യാപനവുമായി നിലകൊള്ളും. തിബറ്റിൻ്റെ തെക്കൻ പ്രദേശം ചൈനയുടെ പ്രദേശമാണെന്നും ഇന്ത്യ ഇവിടേക്ക് അനധികൃതമായി കടന്നു കയറുകയുമാണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇവിടെ ഇന്ത്യ സ്ഥാപിച്ച അരുണാചൽ പ്രദേശിനെ ബെയ്ജിംഗ് ഒരിക്കലും അംഗീകരിക്കില്ലെന്നും ശക്തമായി ഇതിനെ എതിർക്കുമെന്നും ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവ് സീനിയർ കേണൽ ഷാൻ സിയാവോങ് പറഞ്ഞിരുന്നു. ഇതിനാണിപ്പോൾ അമേരിക്ക മുന്നറിയിപ്പിലൂടെ മറുപടി നൽകിയിരിക്കുന്നത്. അമേരിക്ക ഇതുപോലെ ഇന്ത്യയെ ചൈനയിൽ നിന്ന് രക്ഷിച്ച ഒരു ചരിത്രമുണ്ട്. 1962 ഇന്ത്യയുടെ 41,000-ലധികം ചതുരശ്ര കിലോമീറ്റർ ഭൂമിയായ ആക്സിൻ ചിൻ ചൈന പിടിച്ചത് 1962. അന്ന് നെഹ്റുവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ചൈനയുടെ അധിനിവേശം അരുണാചലിനും ലഡാക്കിനും അടുത്ത് വന്നപ്പോഴാണ് നെഹ്റുവും അന്നത്തെ കേന്ദ്ര സർക്കാരും വിവരങ്ങൾ അറിയുന്നത്. ചൈനയുടെ മുന്നിൽ അന്നത്തെ ഇന്ത്യ പകച്ചു നിന്നു. ഒന്നും ചെയ്യാനാകാതെ ലോകത്തിന് മുന്നിൽ തന്നെ രക്ഷിക്കാൻ നെഹ്റു സർക്കാർ കൈകൂപ്പിയ കാലം. അപ്പോഴും ചൈന ഒരു അശ്വമേധം പോലെ ഇന്ത്യൻ ഭൂമിയിലേക്ക് ഇരച്ചു കയറുന്നത് തുടർന്നു. പിന്നീട് ഇസ്രായേൽ ഇന്ത്യക്ക് 2 കപ്പലുകളിൽ ആയുധങ്ങൾ നൽകി. അമേരിക്ക രംഗത്ത് വന്ന് ചൈനയ്ക്ക് അന്ത്യശാസനം നൽകി. യുദ്ധം നിർത്താനും അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെ അമേരിക്ക നടപടിയെടുക്കുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഇടപെടലായിരുന്നു അന്ന് ചൈനയെ തടഞ്ഞത്. അപ്പോഴേക്കും നമ്മുടെ തമിഴ്നാടിനേക്കാൾ വലിപ്പമുള്ള ആക്സിൻ ചിൻ മുഴുവൻ ചൈന പിടിച്ചെടുത്തിരുന്നു. 1962 അമേരിക്ക രംഗത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ കാശ്മീർ, ലഡാക്ക്, അരുണാചൽ പ്രദേശ് എല്ലാം ചൈന കൈയടക്കുമായിരുന്നു. ഇതാ ഇപ്പോൾ വീണ്ടും ചൈനയ്ക്കെതിരെ അമേരിക്ക ഇന്ത്യയുടെ ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും നിയന്ത്രണ രേഖ മറികടന്ന് പ്രദേശങ്ങളെ പിടിച്ചെടുക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങൾ അപലപനീയമാണെന്നും അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതായത് 1962 ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. അന്ന് ചൈനയ്ക്ക് മുന്നിൽ പകച്ചു നിന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അല്ല ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്നത്തെ ഇസ്രായേലും അമേരിക്കയുമായുള്ള ബന്ധമല്ല ഇന്നത്തെ ഇന്ത്യയുടെ ഇസ്രായേലും അമേരിക്കയുമായുള്ള ബന്ധം. അതുകൊണ്ടാണ് 1962 ആവർത്തിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യക്ക് വേണ്ടി അമേരിക്ക രംഗത്ത് വന്നത്. ഇന്ത്യക്ക് വേണ്ടി ഇനി ഇസ്രായേൽ രംഗത്ത് വരും, ഇന്ത്യക്ക് വേണ്ടി ഫ്രാൻസ് വരും, ലോകരാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യക്ക് പിന്നിൽ അണിനിരക്കും. അമേരിക്ക ചൈനയ്ക്ക് കൊടുത്തത് ഒരു താക്കീതാണ്. ഇന്ത്യയെ ചൊറിയാൻ പോയാൽ തക്കതായ തിരിച്ചടി ചൈനയ്ക്ക് ലഭിച്ചിരിക്കുമെന്നുള്ളത്. നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.